ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് സിബിൻ സാറിൻ്റെയും ഫാമിലിൻ്റെയും വീടാണ് കേട്ടോ. സാറും വൈഫും അധ്യാപകരാണ്. 9 സെൻറ്റ് പ്ലോട്ടിൽ 1900 സ്ക്വയർ ഫീറ്റിൽ ഇൻക്ലൂഡിങ് ഇൻറ്റീരിയർ ഉൾപ്പെടെ 40 ലക്ഷത്തിനാണ് വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 4 ബെഡ്റൂം, ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ, വർക്ക് ഏരിയ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു വീട്ടിൽ നൽകിയിട്ടുണ്ട്. ഈ വീട് ഇവർ ഗ്രൗണ്ട് ഫ്ലോറിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീടും സ്ഥലം കൂടെ വാങ്ങിച്ചിട്ടുള്ളതാണ്. വീടിൻ്റെ സിറ്റ് ഔട്ടാണിത്. എക്സ്റ്റീരിയറിൽ ക്ലാഡിങ് ടൈൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലോട്ട് നമ്മൾ കയറുമ്പോൾ 3 വുഡിൻ്റെ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറാണ് ഈ കാണുന്നത്. നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടല്ല, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഇവിടെ ഇങ്ങനെ പർഗോളയും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോറാണിത്. ഡബിൾ ഡോറാണ്. കംപ്ലീറ്റ്ലി സോളിഡ് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഫോർമൽ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ലിവിങ്ങിലായിട്ട് എൽ ഷേപ്പിൽ വരുന്ന ഗ്രേ കളറിൽ വെൽവെറ്റ് ഫിനിഷിൽ വരുന്ന സോഫയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സോഫയ്ക്ക് അഭിമുഖമായിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ ബാക്ക് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഇവരെ സ്പെഷ്യൽ മെമ്മറീസ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു TV യൂണിറ്റിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്തത് കാണാൻ വേണ്ടിയിട്ട്. ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഫാറൂഖിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. TV യൂണിറ്റിൻ്റെ താഴ്ഭാഗം സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. വയറും കാര്യങ്ങളൊന്നും കാണത്തക്ക വിധത്തിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സോഫയ്ക്ക് മാച്ചാവണ ഒരു ടീപ്പോയ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ലിവിങ്ങിലേക്ക് നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരുപാട് വിൻഡോസ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി ഗ്രേ ടച്ച് വരുന്ന മാർബോണൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലോട്ടാണ്. ഡൈനിങ്ങിൻ്റെ ഭാഗത്ത് റെഡിമെയ്ഡ് ആയിട്ടുള്ള 6 ചെയറോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ വൈറ്റ് ഗ്ലാസ് നൽകിയിട്ടുള്ളതാണ്. ഈ ഒരു ഡൈനിങ് സ്പേസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ഭാഗം വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ സീലിംഗ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ സ്പോട്ട് ലൈറ്റുകൾ നൽകിയിട്ടുള്ളതാണ്. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്തും മറ്റേത് സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തുമാണ്. ഇതാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് കിടക്കുന്ന ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാത്റൂമിലേക്കുള്ള ആക്സസ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് ആണെങ്കിൽ 10x10 ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള വാർഡ്രോബാണ്. നല്ല ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ബെഡ്റൂമും വളരെ മനോഹരമായിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ബാത്റൂമിലോട്ടുള്ള ആക്സസ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. സ്റ്റെയർ കേസിനോട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാർഡ്രോബും റെഡിമെയ്ഡ് ആയിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ബാത്റൂമിലോട്ടുള്ള ആക്സസ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇനി ഇവിടുത്തെ ഡൈനിങ് സ്പേസിൽ നിന്ന് കുറച്ചൊന്നും കൊണ്ട് മാറിയിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാഷ് ബേസിൻ്റെ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു മിറർ എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മൾ ഇതുവരെ ഹോം ടൂർ ചെയ്തിട്ട് ഈ ഒരു ടൈപ്പിലുള്ള മിറർ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ട്, നല്ല ഇഷ്ടമായി. ഈ ഒരു വാഷ് ബേസിൻ്റെ ബാക്ക് വാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ക്ലാഡിങ് ടൈൽ ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമുക്ക് കിച്ചണിലേക്ക് കിടക്കുന്ന ഡോർ ഇങ്ങനെ വുഡും ഗ്ലാസും കൊണ്ട് കൊടുത്തിട്ടുള്ള ഒരു ഡോറാണ്. ഇവിടുത്തെ ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, മറ്റേത് ഗ്ലോസി ആയിരുന്നു. അപ്പോൾ ഈ ഒരു കിച്ചണിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെയർ ആണെങ്കിലും വെറൈറ്റി ആയി തോന്നി, നല്ലൊരു ഭംഗിയുള്ള ഡിസൈനിൽ. ഇവിടുത്തെ കിച്ചൺ കബോർഡെല്ലാം ഒരു ഗ്രേ കളറിലാണ് മൾട്ടിവുഡിൽ മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റൗ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ടാണ് സ്റ്റീലിൻ്റെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള സിങ്ക് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിലാണെങ്കിലും കട്ട്ലറി യൂണിറ്റും പുൾ ഔട്ട്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ രണ്ട് ഭാഗത്തും ഒരു GTPT യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വാളിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഹൈഡ് ചെയ്തിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട്. ഈ ഒരു വർക്ക് ഏരിയയിലായിട്ടാണ് വിറകടുപ്പ് നൽകിയിട്ടുള്ളത്. ഇനി ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടുനോക്കാം. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ജിയിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്സിലൊക്കെ ലെപ്പോത്തറ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ആ പിടുത്തത്തിൻ്റെ ഭാഗത്ത് വുഡിൻ്റെ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹാളിലായിട്ടൊരു ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ UPVC വിൻഡോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി സ്പേസ്. ഇവിടെ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ടെറസ്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ള അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും 2 ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പേജിൽ പുതുതായിട്ട് കിങ് സൈസ് ഫിറ്റഡ് ബെഡ്ഷീറ്റിൻ്റെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.